ഹലോ സുഹൃത്തുക്കളെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇടുക്കിക്കാരൻ ബിജു. ഇന്ന് ഞങ്ങൾ തോപ്രാംകുടിയിൽ നിന്നും സെൻറ്റ് തോമസ് ചർച്ച്, അതായത് ഐൻകൊമ്പ് എന്ന് പറയും, തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരം, പാലാ റൂട്ടിലാണ്. അപ്പോൾ അവിടുത്തെ വികാരി അച്ഛൻ നമ്മുടെ ഫാദർ തോമസ് സില്ലിമൂട്ടിലിനെ കാണാൻ ഒരു പ്രാർത്ഥന സഹായം അപേക്ഷിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അച്ഛനെ കണ്ടു, സംസാരിച്ചു, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ നല്ലൊരു കൺഫെഷൻ നടത്തി. ഇനി ഞങ്ങൾ തിരിച്ച് തോപ്രാംകുടിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം അതിലൂടെ ആ വഴിയോര കാഴ്ചകൾ ആണ് ഈ നിങ്ങളീ കാണുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ തൊടുപുഴയിലേക്ക് വരുന്ന വഴിക്ക് ഉള്ളൊരു സ്ഥലമാണിത്. നാളെ ആ ഭംഗി കണ്ടിട്ടേ ശരിക്കും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിനക്കരെ ഒരു വലിയൊരു വീട് കാണാം. അപ്പം മിക്കവാറും അവരുടെ സ്ഥലം തന്നെ ആയിരിക്കണം ഇതെല്ലാം. ശരിക്കും നല്ല അടിപൊളി സീനാണ് കേട്ടോ. വിദേശികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കിടക്കും. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പാമ്പനാൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്, വാട്ടർഫോൾ, അത് കാണിക്കാം നിങ്ങൾ കേട്ടോ. അത് ഇച്ചിരി കഷ്ടപ്പാടാണെന്നാണ് പറഞ്ഞത് അവിടെ ചെന്നാൽ. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഹെവി റെയിനാണ്. അപ്പം വഴി കാർ അങ്ങ് വരെ പോകത്തുമില്ല. അപ്പം ഞങ്ങൾ ഓർത്തത് ഈ റൂട്ടിൽ, അതായത് ഷോർട്ട് വേ, ഇവിടെ ഒരു വീട്ടിൽ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തു. അപ്പം കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളിവിടെ നിന്ന് നടന്ന് പാമ്പനാലിലെ കാഴ്ചയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാമ്പനാൽ ചെന്ന് കഴിയുമ്പോൾ, കാരണം വഴി ഉണ്ടാക്കി നമ്മൾ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊക്കെ ഓക്കെ, ഇച്ചിരി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമേ. കാരണം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ടൂറിസ്റ്റുകൾക്ക് എത്തപ്പെടണേ തന്നെ അതിന് പ്രോപ്പറായിട്ടുള്ള വഴിയുണ്ടല്ലോ. ഇടയ്ക്കൊക്കെ ബാനർ കെട്ടിയിട്ടുണ്ട്. ഇത് പാമ്പനാൽ ഈ റോഡ് പ്രോജക്റ്റിൻ്റെ ബോർഡാണത്. ഗവൺമെൻറ് PWD ഇട്ടിരിക്കുന്ന ബോർഡാണ്. അതെ, ഞങ്ങൾ കാറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം കാഴ്ചയിൽ നമ്മൾ പറയലേ എന്ന് പറയുന്നുണ്ട്. ശേഷം കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. ഇല്ല, കാർ എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം. കാരണം ഇവിടെ നമ്മൾ ഇപ്പം ചോദിക്കാനായിട്ട് പല വീടുകൾ നമ്മൾ നോക്കിയേ, പക്ഷെ പലയിടത്തും ഒരു പാമ്പനാൽ ബോർഡ് കണ്ടു. ഇവിടുന്ന് ഈ റോഡ് വന്നിട്ട് ഏകദേശം ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് ഒരു 1.5-2 കിലോമീറ്റർ വന്നുള്ളൂ. അതായത് പാലായിൽ നിന്നും തൊടുപുഴയിലേക്ക് വരുന്ന ആ റോഡിൽ, മെയിൻ റോഡിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ പാമ്പനാൽ എന്ന് പറയുന്ന ഈ വെള്ളച്ചാട്ടം. അപ്പം നമ്മളിവിടെ പല സൈഡിലും റോഡിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ വീടുകളുണ്ട്. പക്ഷേ അവിടെ അങ്ങ് ആൾക്കാരില്ല, അധികം ആൾക്കാരും തന്നെ ഇല്ല. മിക്ക വീടുകളും പൂട്ടിക്കിടക്കുക. എന്താണെന്ന് അറിയില്ല. ചിലപ്പം തോട്ടത്തിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത വീട്ടിലും ഞങ്ങൾ വിളിച്ചു നോക്കി, കോളിംഗ് ബെൽ അടിച്ചു നോക്കി, ആരും പുറത്ത് വന്നില്ല. സോ ലാസ്റ്റ് വിത്തൗട്ട് പെർമിഷൻ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് താഴേക്ക്, അതായത് പാമ്പനാൽ വാട്ടർഫോളിലേക്ക് നടന്ന് പോയത്. ഇവിടെ നല്ല കൊടിത്തോട്ടമാണല്ലോ. സൂപ്പർ കൊടിത്തോട്ടം, അടിപൊളി, നല്ല കൊടിത്തോട്ടം കേട്ടോ. ഇത് ഇടുക്കി പോലും ഇല്ല ഇത്രയും നല്ല കൊടിത്തോട്ടം. ഇടുക്കിയിലാണ് സാധാരണ പറയുന്നത് കൊടിത്തോട്ടം. കണ്ടോ, ഇത് കണ്ടോ, നല്ലപോലെ കഴിച്ചിട്ടുമുണ്ട് കേട്ടോ. പഴയ കരിമുണ്ട നീലമുണ്ടയൊക്കെ ആയിരിക്കണം അത്, അല്ലെങ്കിൽ ഇത്രയും നിറച്ച് കായ്ക്കാൻ ഒരു വഴിയില്ല. ഇങ്ങനത്തെ ഈ റോഡെ നമ്മളൊരു ഇതിൽ 3 മിനിറ്റാണ് പറയുന്നത്. ബൈ റോഡല്ല,
ഈ വഴിയിലൂടെ നമുക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. ഞാൻ കാരണം താഴോട്ട് എങ്ങനെയാണെന്ന് അറിയത്തുമില്ല. ഇത് കണ്ടോ, ഇത് ഇവിടെ വന്നതിന് ശേഷം ഇത് ഏകദേശം ഇവിടെ നിന്ന് ഇനി 1 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇവിടെയൊക്കെ മണ്ണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെല്ലാം ഈ പണി നടന്നുകൊണ്ടിരിക്കുക. അതായത് പ്ലോട്ടുകളായിട്ട് തിരിച്ച് വീട് പണിയാനുള്ള പരിപാടിക്കാണെന്ന് തോന്നുന്നു. കാരണം JCBയുടെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ എത്തി ഗൈസ്. ഇവിടെ ഞാൻ ഇവിടെ ഒരു ബോർഡ് കണ്ടു. ഏകദേശം അവിടെ നിന്നൊരു കാറിങ് പോരുകയല്ലേ. അപ്പോൾ കണ്ടോ റോഡ് ചെറുതായി റോഡ് തന്നെ വരണം. മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. നേര് മൊത്തം ചെളിയായി. അപ്പോൾ ഈ വഴിയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തെറ്റലുണ്ട് ശരിക്കും പറഞ്ഞാൽ മഴ കാരണം. ഇതിലേ പോയി നോക്കാം. അപ്പം ഇറക്കപ്പുറമാണ്. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോന്ന്. അപ്പോൾ ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചു. മഴ നല്ലപോലെ പെയ്തപ്പോൾ തിരിച്ചു പോകണമെന്ന് ഓർത്തായിരുന്നു. നിങ്ങൾ എത്ര പേര് പാമ്പനാൽ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം പിന്നെ ഈ മഴയും ശക്തം കുട കൊണ്ട് ഇത്രയും ദൂരം വന്നാൽ എല്ലാ നല്ലൊരു വാട്ടർഫോൾ നമുക്ക് കാണാൻ പറ്റി. വന്നത് നല്ലതായെന്ന് എനിക്ക് കാണിക്കാനും പറ്റി. ഒരുവിധം നല്ല ഹൈറ്റിലാണ് ഈ വാട്ടർഫാൾ ചാട്ടം. കണ്ടോ ഏകദേശം അടിപൊളിയായി കേട്ടോ. ഇപ്പം ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചത് വെറുതെ ആയെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. എത്ര പേര് ഈ വാട്ടർഫോൾ നേരിട്ട് കണ്ടിട്ടൊന്നും എനിക്കറിയില്ല. എങ്കിലും കണ്ടോ ഒരുവിധം ഇത് കണ്ടോ ഈ ഇവിടം വരെ ആ റോഡ് നിന്നു. ഇപ്പം നോക്കി ശരിക്കും നല്ല കാടാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ റോഡ് ഉണ്ടാക്കി ആൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ള വഴിയുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് ഈ പകുതി വഴി തന്നെ തിരിച്ചു പോയാലോ എന്ന്. പക്ഷേ കണ്ടോ ഇത്രയും നല്ല താഴ്ചയിലാണ്. ഇതെങ്ങോട്ടാണ് ഒഴുകി എത്തുന്നതെന്ന് എനിക്കറിയില്ല. മിക്കവാറും താഴ്ചയെന്നറിയോ, നല്ല താഴ്ചയുണ്ട്. തൊടുപുഴ 6 അതെ അങ്ങോട്ടായിരിക്കണം. മുകളിൽ നിന്നുള്ള വ്യൂ നല്ല രസം. ഇത് താഴോട്ടുള്ള വ്യൂ. ഇനി മുകളിലേക്ക് കണ്ടോ ഇത് ഒത്തിരി ഹൈറ്റിൽ നിന്നാണ് മുകളിൽ വരുന്നത്. അപ്പം ഇനി പാറയെല്ലാം നല്ലപോലെ തെറ്റതാണ്. അപ്പോൾ സൂക്ഷിച്ച് നിന്നെങ്കിൽ ഈ സമയത്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ സൂക്ഷിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. സോ ആരും ഇല്ലാതെ ഒന്നും ഈ വഴിക്ക് വരാൻ പാടില്ല കേട്ടോ. 3-4 പേരെങ്കിലും ഒന്നിച്ചുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വരിക. അല്ലെങ്കിൽ കാരണം എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ല എന്നുണ്ടെങ്കിൽ സാരമില്ല. നിങ്ങൾക്ക് നല്ലൊരു അപ്പം ഞാൻ വന്നതിൽ നല്ലൊരു കാഴ്ച തരാൻ പറ്റും. അങ്ങനെ ഇഷ്ടമായില്ല. അടിപൊളിയല്ലേ? എത്ര ഹൈറ്റിന് വെള്ളം, നല്ല കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ. ഈ വെള്ളം നേരെ താഴോട്ട് ഇങ്ങനെ ഒഴുകുവാണ്. ചുറ്റും കണ്ടു കഴിഞ്ഞാൽ കാട് തന്നെ. കാട്ടിൽ നടിയിലൂടെ ഒരു കാട്ടരുവി. കാല് തെറ്റിക്കഴിഞ്ഞുണ്ടല്ലോ കുഴി ചെന്നേ നിൽക്കും. അങ്ങനെ പാമ്പനാൽ വാട്ടർഫോൾ കണ്ടു. ഇനി ഞങ്ങൾ പതുക്കെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് മെയിൻ റോഡിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അവനി ഫുഡ്സ് ആൻഡ് കൂൾ ബാർ അയൻകൊമ്പ്, അതായത് ഈ മെയിൻ റോഡിൽ തന്നെയാണ്. അയൻകൊമ്പിൽ വരുന്ന വഴിക്ക് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ് അവിടുത്തെ. ഞങ്ങൾ 3 പേര് ഫുഡ് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ചു. അതാ ചോറ് കഴിച്ചു, സ്പെഷ്യൽ മീനും മീൻകറി അല്ല മീൻ ഫ്രൈ കഴിച്ചിട്ട് 350 രൂപ റേറ്റ്. നല്ല രുചിയേറെ ഫുഡ്. നിങ്ങൾ ഇതിലേ വരുവാണെങ്കിൽ ഒരിക്കലെങ്കിൽ ഒരു പ്രാവശ്യം ഇവിടുന്ന് കഴിക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ ആ വീട്ടിൽ നിന്നും ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഇത് ഞാൻ നമ്മൾ വണ്ണപ്പുറം വന്ന സ്ഥലം, വണ്ണപ്പുറത്തിനടുത്ത്, വണ്ണപ്പുറം കഴിഞ്ഞ് നമ്മൾ ഇടുക്കിയിലേക്ക് പോകുമ്പോൾ വഴി സൈഡിലുള്ളൊരു പാടി ഒരു നെൽപ്പാടം ആണ് ഇത്. ഇപ്പം നെല്ല് വിളഞ്ഞിട്ടില്ല, അതായത് ആ വിളവിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. നല്ല രസമല്ലേ, അടിപൊളി വ്യൂ ആണ്.
ഇതിനു മുമ്പ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും നന്നായിരുന്നില്ല. ഇത് നമ്മൾ ചേലച്ചൂട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മുരിക്കാശ്ശേരിയിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു പാലമുണ്ട്. ആ പാലവും വ്യൂ ഹൈ വ്യൂ, അതായത് നല്ല ഹൈറ്റിലാണിത്. അതായത് അക്കരെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇടുക്കി ഡാമിൻ്റെ കെട്ട് വരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് മക്കളെ ഇടുക്കിയിലെ പ്രകൃതി സൗന്ദര്യം. ഇത് വെൺമണി വ്യൂ പോയിൻ്റ് എന്ന് പറയും. ഇവിടെ ശരിക്കും ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേ നമ്മൾ ഒരു ചെറിയൊരു കട കണ്ടു റൈറ്റ് സൈഡിൽ. അവിടെ നല്ല ചൂട് പായസം കിട്ടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ ഇവിടുന്ന് പായസം മേടിച്ചു, കഴിച്ചു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് ഒരു 3-4 പായസം ഞാൻ പാഴ്സൽ മേടിച്ചു. അപ്പോൾ അതിന് മുകളിൽ നല്ല ഹൈറ്റിൽ, അതായത് വലിയ പാറയാണ്, അതിന് മുകളിൽ നിന്ന് ഞാൻ ആ വ്യൂ ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ചുറ്റി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര. അങ്ങനെ ഇന്നത്തെ യാത്ര ഏകദേശം തീരുകയാണ്. ഞങ്ങൾ തിരിച്ച് ഇനിയിപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്ററേ കാണാൻ സാധ്യതയുള്ളൂ. 10 കിലോമീറ്റർ കഴിഞ്ഞാൽ വീടെത്തുകയായി. അപ്പോൾ ഇന്നത്തെ യാത്ര സഫലമായിരുന്നു എന്ന് പറയാം, കൂടെ ഈ വർണ്ണ കാഴ്ചകളും. റോഡുകളെല്ലാം തന്നെ പോയി കിടക്കുക കേട്ടോ മിക്ക സ്ഥലത്തും. നമ്മൾ കാറ് ആണെങ്കിൽ പോലും ഉണ്ടല്ലോ 40, 45, 50 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ ഈ അതിനകത്തൂടെ പോകാനേ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഇടുക്കി റോഡ് നമ്മുടെ ഏകദേശം അടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളവും തിരിവും കൂടുതലുള്ളതുകൊണ്ട് ആ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. 40, 30, 40 ആ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ പോകുന്നത് റിസ്ക്കുമാണ്. ഇപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞത് മെയിൻ റോഡുകൾ പോലെ ഇപ്പം പാലാ നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് കേട്ടോ, എല്ലാവർക്കും താങ്ക്സ്. ആൻഡ് മാക്സിമം വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ, സീ യു.